നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയിൽ പൊടിക്കാറ്റിനുള്ള സാധ്യതാ മുന്നറിയിപ്പുകൾ അടുത്തിടെയായി കൂടി വരികയാണ്. എന്നാൽ ഇത് സ്വാഭാവികമാണെന്നും നേരത്തെയും സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്ത് എന്ന തരത്തിൽ വളരെ ലാഘവത്തോടെയാണ് മുന്നറിയിപ്പുകളിൽ പ്രവാസികളിൽ നിന്നുള്ള പ്രതികരണം. മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒന്നാണ് പൊടിക്കാറ്റെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ഥിതി വഷളാകും. ഇപ്പോൾ യുഎഇയിൽ ചൊവ്വാഴ്ച പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പൊടിക്കാറ്റുള്ള സമയങ്ങളിൽ അലർജി രോഗികളും കുട്ടികളും പ്രായമായവരും പുറത്തിറങ്ങരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം. അതേസമയം കുവൈറ്റിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. പൊടിക്കാറ്റിന്റെ തീവ്രത മൂലം കാഴ്ച തടസ്സപ്പെടാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദൃശ്യപരത 1000 മീറ്ററിൽ താഴെ എന്ന രീതിയിലായിരിക്കും അനുഭവപ്പെടുക. പൊടിക്കാറ്റിന്റെ പ്രഭാവം ചൊവ്വാഴ്ച പുലർച്ചെ വരെ തുടരാനിടയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി സിവിൽ ഏവിയേഷൻ വകുപ്പ് അറിയിച്ചു. വാണിജ്യ വിമാനങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും പൊടിക്കാറ്റ് ശ്രമിച്ചാൽ മാത്രമേ വിമാന ഗതാഗതം സാധാരണഗതിയിൽ പുനരാരംഭിക്കുകയുള്ളൂവെന്നും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ എയർ നാവിഗേഷൻ സർവീസ് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഇമാദ് അൽ ജുലിവി പറഞ്ഞു. തിങ്കളാഴ്ചയാണ് കുവൈറ്റിനെ പൊടിപടലത്തിൽ മൂടി മണൽക്കാറ്റ് വീശിയത്. ഇതോടെ രാജ്യത്തുടനീളം കാഴ്ച ഏതാണ്ട് 0 കുറഞ്ഞു. പൊടിക്കാറ്റ് മൂലമുണ്ടായ അസ്ഥിരമായ കാലാവസ്ഥയെക്കുറിച്ച് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. റോഡുകളിൽ കാഴ്ച മോശമാകുമെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. ഒഴിവാക്കാനാകാത്ത കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്നും പൊതുജനങ്ങൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകി. ആരെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ പൊടിക്കാറ്റിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പോലീസിന്റെ നിർദ്ദേശമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി നമ്പറായ 112 ബന്ധപ്പെടണം. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വീശിയടിച്ച പൊടിക്കാറ്റിൽ അകപ്പെട്ട 1285 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാനമായും ശ്വാസകോശ രോഗമുള്ളവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇറാഖിൽ ആരംഭിച്ച പൊടിക്കാറ്റ് റിയാദിലേക്കും സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലേക്കും വ്യാപിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുക്കണമെന്നുള്ള മുന്നറിയിപ്പ് ആശുപത്രികൾക്ക് നൽകിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.